ഡോക്ടർ ജി വി ഹരി, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഭാരതാംബ വിവാദം കത്തിച്ചത് ഇടതുപക്ഷം. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നല്ലോ ശിവൻകുട്ടിയുടെ ഇറങ്ങിപ്പോക്കും മറ്റു കാര്യങ്ങളും ഒക്കെ. പിന്നെ SFI പ്രവർത്തകർ തെരുവിലിറങ്ങുന്നു, DYFI തെരുവിലിറങ്ങുന്നു, എല്ലാം നമ്മൾ കണ്ടതാണ്. ഇന്നത്തെ ശിവൻകുട്ടിയുടെ പരാമർശത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? അല്ല, അതിൻ്റെ ഈ ഭാരതാംബ വിവാദം ഉണ്ടാകുമ്പോൾ അതിനിങ്ങനെ ഫോളോ ചെയ്ത ഒരാളാണ് ഞാനതിൻ്റെ ഒരു ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടൊരു കാര്യം, കുറച്ച് കാര്യങ്ങൾ അറിയാമായിരുന്നെങ്കിൽ ഇതിൻ്റെ വിഷയം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വന്നപ്പോൾ അത് പരിശോധിച്ചപ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോൺസെപ്റ്റായിട്ടാണ് ഈ ഭാരത് മാതാവ് അല്ലെങ്കിൽ ഭാരതാംബ എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്. ഞാനത് രണ്ട് സ്ഥലത്ത് നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒന്ന് കൽക്കട്ടയിൽ പോയപ്പോഴും മറ്റൊന്ന് വാരണാസിയിൽ പോയപ്പോഴും ഭാരതാംബയുടെ ചിത്രം ഉണ്ട്. നമുക്ക് കന്യാകുമാരിയിലും അത്തരത്തിലൊരു ചിത്രമുണ്ട്. ഒരു ചിത്രമല്ല, ഒരു സ്റ്റാച്യു ഉണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതിലൂടെ പോകുമ്പോൾ ഇനി ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ ആ ഗാന്ധി സ്തൂപത്തിൻ്റെ ആ ഭാഗത്തായിട്ടൊരു ഭാരതാംബ ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പല തരത്തിലുള്ള പ്രചോദനകരമായിട്ടുള്ള പല കാര്യങ്ങളും അന്നത്തെ നേതൃത്വം, പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊരാശയം വന്ദേ മാതരം എന്ന് പറയുന്ന ആ ഒരു ആശയം. വന്ദേ മാതരം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളൊക്കെ ഒരു ഭയവുമില്ലാതെ ബ്രിട്ടീഷുകാരുടെ തോക്കിന് മുമ്പിലേക്ക് വന്ന് വെടിയേറ്റ് മരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതോടൊപ്പം തന്നെ നമുക്കൊരു നാഷണലിസത്തിൻ്റെ ഭാഗമായി ഈ കോളനിവൽക്കരണം ദേശീയതയ്ക്ക് വഴിമാറിയപ്പോൾ ആ ബോധം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി, പൊതുജനങ്ങൾക്കിടയിലേക്ക് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് മാത്രമായൊരു പതാക എന്ന ആശയം. അപ്പം അങ്ങനെ പലതരത്തിൽ കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭാരതാംബ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റും കൊണ്ടുവരുന്നത്. പക്ഷേ അത് വരച്ച് വന്നപ്പോൾ അതിനകത്ത് ഒരു ഹൈന്ദവ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദു ദൈവത്തിൻ്റെ, പ്രത്യേകിച്ച് കാളി ദേവിയുമായി ബന്ധപ്പെട്ട്, കൽക്കട്ട അറിയാമല്ലോ, താങ്കൾക്കറിയാമല്ലോ, കൽക്കട്ടയിലെ നവോത്ഥാന നായകന്മാരാണ് പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നിന്നിട്ടുള്ള, നേരത്തെ ഇവിടെ ഡോക്ടർ ജയരാജ് സൂചിപ്പിച്ചവർ അബീന്ദ്രനാഥ് എന്ന് പറയുന്ന ഒരാളടക്കമുള്ള ആളുകളൊക്കെ അവിടുത്തെ കാളിദേവിയുമായി ബന്ധപ്പെട്ട് സിംഹത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന 4 കൈകളുള്ള, അതിൽ നമ്മുടെ ഈ ത്രിവർണ്ണ പതാക ഏന്തിയ ഒരു ഭാരത അംബ, അങ്ങനൊരു സങ്കല്പമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഈ വിവാദമുണ്ടാകാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യത്തിൽ അതിനകത്ത് ഞാൻ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞ കാര്യത്തിനകത്തൊരല്പം ശരിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹവും അതോടൊപ്പം തന്നെ കൃഷി വകുപ്പ് മന്ത്രി C പ്രസാദ്, അദ്ദേഹവും ആ പറഞ്ഞ കാര്യത്തിനകത്ത് ശരിയുണ്ട് എന്ന് ഇതിനെ ഒന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാളെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതിനകത്ത് ഒന്നാമത്തെ ഒരു പ്രശ്നം, ഈ നമ്മൾ പൊതുവായി കണ്ടിട്ടുള്ള ഈ ഭാരതാംബയിൽ നിന്ന് നമ്മുടെ ഗവർണറുടെ അദ്ദേഹത്തിൻ്റെ ഓഫീസും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവിടെ സ്ഥലത്ത് രാജ്ഭവനിൽ നമ്മൾ കണ്ടിട്ടുള്ള ഭാരതാംബയിൽ ഇവിടെ നേരത്തെ ഡോക്ടർ ജയരാജ് സൂചിപ്പിച്ച 2 കാര്യങ്ങൾ അതിനകത്ത് കുറച്ച് വ്യത്യസ്തമായി ഞാൻ കണ്ടു. ഒന്ന്, അതിനകത്ത് കണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഭൂപടത്തിലകത്തുള്ളൊരു തെറ്റായിട്ടുള്ളൊരു ഭൂപടം കൊടുത്തിരുന്നു എന്ന് ഡോക്ടർ ജയരാജ് പറഞ്ഞത് ശരിയാണ്. എന്താ അഖണ്ഡ ഭാരതമാണ്? അല്ല, അഖണ്ഡ ഭാരതം അത് ഞാൻ പറഞ്ഞല്ലോ, അതല്ലായിരുന്നു നമ്മുടെ സങ്കല്പം. അപ്പോൾ ആ സങ്കല്പം വന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ സ്വയം സേവക് സംഘം. അങ്ങനെയാണ് ദേശീയ ഗാനത്തെ തള്ളി പറയണം. അല്ല, നോക്കൂ, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു തീർത്തോട്ടാണല്ലേ, ഞാനതൊന്ന് എൻ്റെ ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ്. അത് കഴിഞ്ഞിട്ടാണല്ലോ പറഞ്ഞതിനോട് ഞാൻ പ്രതികരിക്കാം. ഇല്ലല്ലോ എന്ന് പറഞ്ഞ് തള്ളി പറയാം. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് ലെറ്റ് മീ കംപ്ലീറ്റ് മൈ സ്റ്റാൻഡ്. അപ്പം എങ്കിലല്ലേ നമുക്ക് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായ രാഷ്ട്രീയ സ്വയം സേവക് സംഘം വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന ആശയവും അതോടൊപ്പം തന്നെ ആ ഭാരതാംബയുടെ കൈകളിലേക്ക് RSSൻ്റേതായിട്ടുള്ള ഒരു കാവിക്കൊടി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് എത്രയോ സ്ഥലങ്ങളിൽ RSSൻ്റെ പരിപാടികൾ നടക്കുമ്പോൾ ഞാൻ TV യിലൊക്കെ കണ്ടിട്ടുണ്ട്, RSSൻ്റെ എല്ലാ പരിപാടികളിലും ഇതേ ഭാരതാംബയുടെ ചിത്രമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഭാരതത്തിൽ ഉണ്ടായിരുന്ന ആ ത്രിവർണ്ണ പതാകയ്ക്ക് പകരം അത് RSSൻ്റെ പതാകയല്ല. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ എൻ്റെ സ്റ്റാൻഡ് പറഞ്ഞ് ആവർത്തിക്കുമ്പോൾ പിന്നെ അത് ആരുടെ പതാകയാണ് എനിക്ക് മനസ്സിലായില്ല. അല്ല, എനിക്കൊന്ന് പറഞ്ഞു തരാമോ ആരുടെ പതാക? അത് ഭഗവത് ധ്വജമാണ്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, അത് ആരുടെതാണ്? RSSൻ്റെ പതാക. ഭഗവത് ധ്വജം എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ കൊടി എന്ന് പറയുമ്പോൾ RSSൻ്റെ പതാക എങ്ങനെയാ? അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഞങ്ങളുടെ സ്റ്റാൻഡല്ലേ പറയുന്നത്, അല്ലേ? അപ്പം ഇത് ധ്വജം എന്ന വാക്ക് പോലും
അത് ഉപയോഗിച്ച് കേട്ടിട്ടുള്ളത് ക്ലാരിറ്റി വേണമെങ്കിൽ ആർ വി ബാബു പറഞ്ഞു. അല്ല, ആർ വി ബാബു പറഞ്ഞോട്ടെ. എൻ്റെ സ്റ്റാൻഡ് നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് എൻ്റെ സ്റ്റാൻഡ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പം ഇതിനകത്ത് അതൊരു ധ്വജം ആണോ അല്ലെങ്കിൽ കൊടിയാണോ എന്നുള്ള വ്യത്യാസമാണ്. അപ്പം ഞാനൊക്കെ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഞാനൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ഭാരതാംബയുടെ ചിത്രത്തിനകത്ത് ഉണ്ടായിരുന്നത് ത്രിവർണ്ണ പതാകയായിരുന്നു. അതാണ് ഈ കന്യാകുമാരിയിലുള്ള ആ സ്റ്റാച്ചു. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാലും മതി, അതിനകത്ത് കാണാൻ സാധിക്കും. അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഗാന്ധിജി പറഞ്ഞിട്ടുള്ള വാരണാസിയിൽ ഗാന്ധി ഇതിനകത്ത് വിദ്യാപീഠത്തിനകത്തുള്ള ഭാരതാംബയിലും വാരണാസിയിലാണ്, അവിടെയും ഇതേ കൊടി പിടിച്ചിട്ടുള്ള ത്രിവർണ്ണ പതാക ഉള്ളതാണ്. പക്ഷേ ഞാൻ RSSൻ്റെ പരിപാടികളിൽ കണ്ടിട്ടുള്ളത് ഇവിടെ ഗവർണർ അദ്ദേഹത്തിൻ്റെ രാജ്ഭവനിൽ അവിടെ വച്ചിരുന്ന ഫോട്ടോയും അതിനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആ ഭാരതാംബയ്ക്ക് എന്തുകൊണ്ട് അവിടെ നമ്മുടെ ഭാരതത്തിൻ്റെ ഈ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള കൊടി എന്തുകൊണ്ട് പിടിച്ചില്ല എന്നൊരു ന്യായമായ ചോദ്യം മാത്രമാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചോദിച്ചത്. അതിനകത്തൊരു തെറ്റുമില്ല. അത് ഡോക്ടർ ജയരാജ് പറഞ്ഞതുപോലെ അതൊരു പൊതുപരിപാടിയാണ്, സ്വകാര്യ പരിപാടിയാണ്, അതൊരു സർക്കാർ പരിപാടിയാണ്. അല്ല, ഈ ശിവൻകുട്ടിക്കും അതുപോലെ ഈ CPMകാർക്കൊക്കെ ഭരണഘടനയോട് എപ്പോഴാണ് ഇത്ര സ്നേഹം വന്നത്? അല്ല, ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ. അനിൽ, ഞാൻ പറഞ്ഞല്ലോ, ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ. ഞാൻ അദ്ദേഹം ചെയ്ത പ്രവൃത്തിയെ ഒരു കാരണവശാലും അംഗീകരിക്കുന്ന ആളല്ല. അതിനെ അങ്ങേയറ്റം വിമർശിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹം നിയമസഭയിൽ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹം കോടതിയിൽ അതിന് ഈ രാജ്യത്തിൻ്റെ പ്രകാരമുള്ള എല്ലാ ഇതും അദ്ദേഹം നേരിടേണ്ടി വരികയും ചെയ്യും. അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ്, ട്രയൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ വിധി വരാനിരിക്കുന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ. ബട്ട് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ഇതൊക്കെ, ഇല്ലേ? ഞാനിപ്പോൾ ഇരിക്കുന്നു, എനിക്കും അനിലിനൊക്കെ ഉള്ള സ്വാതന്ത്ര്യമൊന്നും ഒരു ഭരണഘടനാ സ്ഥാപനം കൈയാളുന്ന ആൾക്കുണ്ടാവില്ല. പ്രത്യേകിച്ച് മന്ത്രിമാർക്ക്, ഗവർണർക്ക്, അങ്ങനെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ ഉള്ള അല്ലെങ്കിൽ ആ പദവികളിൽ ഇരിക്കുന്ന ആളുകൾക്ക് സ്വകാര്യമായ ചില താല്പര്യങ്ങളുണ്ടെങ്കിൽ പോലും അതൊന്നും ഒരു പൊതു ഖജനാവിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് ആയിട്ടുള്ള മണി ഉപയോഗിച്ച് ചെയ്യുന്ന പരിപാടികളിൽ കൊണ്ടുവരുന്നത് ഒരു, നമ്മൾ പറയാറില്ലേ, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പറയാറുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്ത് നിലവിൽ വരും നമ്മൾ പറയുമല്ലോ, പെട്ടെന്ന് അത് കിട്ടുന്നില്ല, എനിക്ക് പെട്ടെന്ന് ആ വാക്ക് കിട്ടുന്നില്ല, പെരുമാറ്റച്ചട്ടം. കറക്റ്റ്, ദാറ്റ് ഇസ് റൈറ്റ് തിങ്. അപ്പോൾ ആ ഒരു പെരുമാറ്റച്ചട്ടം എന്ന് പറയുന്നത് ഇവിടെ എഴുതി വെച്ചിട്ടൊന്നുമുള്ളതല്ല. അതൊരു സ്വാഭാവികമായി നമുക്കൊരു മന്ത്രിമാർ പാലിക്കേണ്ട കാര്യങ്ങൾ, മുഖ്യമന്ത്രികൾ പാലിക്കേണ്ട കാര്യങ്ങൾ, ഗവർണർ പാലിക്കേണ്ട കാര്യങ്ങൾ, ആ സമയത്ത് അവരാരും രാഷ്ട്രീയ വാഹനങ്ങൾ അല്ലെങ്കിൽ ഔദ്യോഗിക വാഹനങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഔദ്യോഗികമായ കാര്യങ്ങൾ ഉപയോഗിച്ചോ എന്നും അവിടെ വരില്ല. അത് നമ്മുടെ ഒരു കേർട്ടസിയുടെ, ഒരു മര്യാദയുടെ ഭാഗം കൂടിയാണ്. ഇവിടെ ഹരി ദർബാർ ഹാളിൽ രാഷ്ട്രപതിയുടെ ഛായാചിത്രം ഇല്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അതേപോലെ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അത്തരത്തിൽ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ അംഗീകരിക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. കാരണം ഇത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ, അവരാരും ഓട് വിളിച്ച് വന്നവരല്ല, രാജ്യത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ആളുകൾ മന്ത്രിയാകുമ്പോൾ, ഇപ്പോൾ അനിൽ തന്നെ ഒരു ഇൻട്രൊഡക്ടറി ലെവലിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെക്കുറിച്ച് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം അത്തരത്തിൽ ഒരു സമീപനമല്ല ഉണ്ടാകേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അഭിപ്രായ വ്യത്യാസം പറയാം, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം. ഒരു പൊതുവിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്തിരിക്കാനുള്ള എന്ത് യോഗ്യത? അത് നോക്കൂ, ഈ വിദ്യാഭ്യാസവും വർത്തമാനവും പ്രധാനമായി തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ്. നമുക്കറിയാവുന്നതുപോലെ പൊളിറ്റിക്സിൽ ഏറ്റവും ജനങ്ങൾ അല്ല, നോക്കൂ, ഈ രാജ്യത്ത് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരെ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ, അവരൊക്കെ PhD ഉള്ളവരാണോ? അല്ലല്ലോ. അല്ല, അപ്പൊ അവരൊക്കെ ജനങ്ങളെ സേവിച്ച് ജനങ്ങൾ തിരഞ്ഞെടുത്ത് ജനങ്ങൾ അധികാരത്തിലിരിക്കുന്ന ആളുകൾ ബ്രേക്കും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരല്ല. നോക്കൂ, അത് ദാറ്റ് ഈസ് എ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ഡോക്ടർ GB ഹരി, നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ പിന്നെ ഇദ്ദേഹത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സാധാരണ ഇവർക്കൊക്കെ ഒരു മാതൃകാ പുരുഷനായി വർത്തിക്കേണ്ട ഒരാൾ കൂടിയല്ലേ വിദ്യാഭ്യാസ മന്ത്രി? അത് അദ്ദേഹം ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ പെരുമാറ്റം, അദ്ദേഹത്തിന്റെ ചെയ്തികൾ, അതൊക്കെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ എല്ലാവരും ഇതൊക്കെ കാണുന്നതല്ലേ, ടെലിവിഷൻ കാണുന്നതല്ലേ? ഐ അഗ്രി വിത്ത് ദാറ്റ് പോയിന്റ്. അതാണ് ഞാൻ പറഞ്ഞത്. ആ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ആ സ്ഥാനത്തിന്റെ നിലനിർത്തണം. അത് കേരളത്തിന്റെ ബഹുമാനായ ഗവർണറാണെങ്കിലും കേരളത്തിന്റെ ബഹുമാനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണെങ്കിലും അങ്ങേയറ്റത്തെ പിന്നെ മര്യാദഘട്ട രീതിയിൽ പെരുമാറിയ ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഇപ്പോൾ അദ്ദേഹമാണ് ഗവർണറെ എങ്ങനെ ഗവർണർ പെരുമാറണം, അല്ലെങ്കിൽ രാജ്ഭവനിൽ ഏതൊക്കെ രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ
ഈ വിദ്യാഭ്യാസ മന്ത്രിയാണ് പഠിപ്പിക്കുന്നത്. അല്ല, ആ ഒരു പോയിന്റ് ശരിയായിട്ടുള്ളൊരു പോയിന്റ് അല്ല. എന്തെന്നറിയോ, ഇപ്പം ഇവർക്ക് അങ്ങനെ ആകാം, അതുകൊണ്ട് ഞങ്ങളും ഇങ്ങനെ ചെയ്യും എന്ന ഒരു സമീപനം അല്ല പൊതുവായി എടുക്കേണ്ടത്. അല്ല, ഒരാൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ അങ്ങനെ ചൂണ്ടാനുള്ള യോഗ്യത അദ്ദേഹത്തിനുണ്ടോ എന്ന് സ്വയം വിലയിരുത്തണം, പരിശോധിക്കണം. അല്ല, അങ്ങനെയല്ല. ഇപ്പം ഞാൻ പറയട്ടെ, അദ്ദേഹം ചെയ്തത് തെറ്റുണ്ട്. ആ തെറ്റിന് അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ അനുവദനീയമായുള്ള അല്ലെങ്കിൽ ഈ രാജ്യത്ത് നിലവിലുള്ള നിയമപ്രകാരമുള്ള എന്താണ് ട്രയൽസ് അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്നു കോടതിയിൽ. അദ്ദേഹത്തെ കോടതിയിൽ വിളിച്ചു വരുത്തിയാണ്. അദ്ദേഹം അറിയാമല്ലോ, അദ്ദേഹത്തിനെ വിളിച്ചു, അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട്. അത് തന്നെ അട്ടിമറിക്കുക എത്ര, ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ. ഞാൻ പറയട്ടാനില്ല, അത് നമ്മൾ രണ്ടാമത്തെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ അനിൽ എന്നോട് ചോദിച്ചൊരു ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ അതത് പദവികൾ വഹിക്കുന്ന ആളുകൾ അവരിയ്ക്കുന്ന സ്ഥാനത്തിനോട് അവർ നീതി പുലർത്തണമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞ പെരുമാറ്റച്ചട്ടം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. ആ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു എന്ന് പറഞ്ഞാൽ അത് നിലവിൽ വരുമ്പോൾ ഇത് എഴുതി വെക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമില്ല. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മളെല്ലാവരും പാലിക്കുന്ന ചില ബേസിക് ആയിട്ടുള്ള മര്യാദകളുണ്ട്. ഉദാഹരണത്തിന് പുറത്തുനിന്ന് ഒരാൾ വന്നാൽ നമ്മൾ വളരെ സ്നേഹപൂർവ്വം എന്താണ് വന്ന് അകത്തിരിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇതൊന്നും ഒരിടത്ത് എഴുതി വെച്ചിട്ടുള്ളൊരു കാര്യമില്ല. നമ്മുടെ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ചില മര്യാദകളാണ്, നമ്മൾ പഠിക്കുന്ന, നമ്മുടെ കുടുംബത്തിൽ നിന്ന് പഠിക്കുന്ന ചില മര്യാദകളും കാര്യങ്ങളാണ്. ഇനി വീട്ടിൽ അച്ഛൻ വന്നാൽ, ഇപ്പം ഞാനൊക്കെ എനിക്കറിയാം, എൻ്റെ അമ്മ TV കണ്ടുകൊണ്ടിരുന്നാൽ എൻ്റെ അച്ഛൻ ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അമ്മ എണീക്കും. അപ്പം അത് അവരുടെ അടുത്ത് എഴുതി വെച്ചിട്ടുള്ളൊരു സാധനമില്ല. എന്ന് പറഞ്ഞതുപോലെ ഈ പെരുമാറ്റച്ചട്ടവും ഓരോ സ്ഥാനങ്ങളിരിക്കേണ്ടവർ ഇങ്ങനെ വേണം പെരുമാറാൻ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമ്മുടെ ഭാരതത്തിൽ, നമ്മളിവിടെ നേരത്തെ പലരും പറഞ്ഞ ഈ ഭാരതത്തിലെ ചില പ്രത്യേകതകളാണ്. ആ പ്രത്യേകതകൾ നമ്മളെല്ലാവരും ഉൾക്കൊള്ളണം. അതിനകത്ത് രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റൊന്നും കടന്നു വരേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ ഒരു തെറ്റ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കാണിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിനുള്ള ശിക്ഷാ നടപടികൾ നേരിടും, ഒരു സംശയം വേണ്ട. അദ്ദേഹത്തിന് പക്ഷേ തിരുത്താൻ അവകാശമില്ല എന്ന് പറയരുത്. കാരണം അദ്ദേഹത്തെ നിങ്ങൾ അവിടെ ഒരു പരിപാടിക്ക് വിളിച്ചു, അവിടെ ചെന്നപ്പോൾ അവിടുത്തെ രാജ്ഭവനിൽ കണ്ടിട്ടുള്ള ഒരു കാര്യത്തിനകത്ത് അതൊരു തെറ്റാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി. പ്രോട്ടോകോൾ പോലും പാലിച്ചില്ല. അല്ല, ദാറ്റ് ഈസ് എ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ. പക്ഷേ ചോദിച്ചൊരു ചോദ്യം എന്താണ്? രാജ്ഭവനിൽ ഗവർണർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ എന്തൊക്കെ മര്യാദ പാലിക്കണം, അതിൽ വലിയ വീഴ്ച വരുത്തി ശിവൻകുട്ടി. പ്രോട്ടോകോൾ പാലിച്ചില്ല. പരിപാടി തുടങ്ങിയാണ് അദ്ദേഹം വന്നത്. മാത്രമല്ല, പരിപാടി തീരുന്നതിന് മുമ്പ്, അവസാനിക്കുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോകുന്നു. ഗവർണറോട് ഒരു വാക്ക് പോലും പറയാതെയാണ് പോകുന്നത്. അല്ല, അദ്ദേഹം താമസിച്ചു വന്നതിന് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം താമസിച്ചേ എത്തുള്ളൂ എന്ന് രാജ്ഭവനെ അറിയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ അന്വേഷിച്ചപ്പോഴും, ഞാൻ പത്രക്കാരുടെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചപ്പോഴും അവരങ്ങനെയാണ് പറഞ്ഞത്. അദ്ദേഹം ഇറങ്ങിപ്പോയതിൻ്റെ പിന്നിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വാഭാവികമായൊരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടായി കഴിയുമ്പോൾ ഒരു ടോക്കിംഗ് ടേംസ് ഉണ്ടാവില്ല. അല്ല, ഭാരതാംബയുടെ ഛായാചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിക്കാനോ അല്ലെങ്കിൽ പുഷ്പാർച്ചന നടത്താനോ ഗവർണർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ. അല്ല, ഇല്ല. അവിടെ ഭാരതാംബയുടെ ഛായാചിത്രം ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, അത് തന്നെ അനിൽ, ഞാൻ പറയട്ടെ, ഇതിനകത്ത് വളരെ കൃത്യമായ ഒരു പ്രോട്ടോകോൾ ലംഘനം സംസ്ഥാനത്തിൻ്റെ തലപ്പത്തുള്ള അല്ലെങ്കിൽ എൻ്റെ തലവൻ, എൻ്റെ ഭരണത്തലവൻ എന്ന് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് പ്രതികരിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം പ്രതികരിക്കുന്നത്, അദ്ദേഹം ആ പരിപാടിയിൽ നിന്ന് ഇറങ്ങി പോകുക എന്നുള്ളത് മാത്രം. അദ്ദേഹത്തിന് അത് മാറ്റി വയ്ക്കാനുള്ള അല്ലെങ്കിൽ മാറ്റണം എന്ന് പറയാനുള്ള ഒരു പ്രോട്ടോകോൾ പ്രകാരം അതിനുള്ള അധികാരമുള്ള ആളല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് ഒരു തെറ്റുണ്ട്. അത് നേരത്തെയും ആവർത്തിക്കപ്പെട്ടതുകൊണ്ടാണ്. ഇപ്പം ആദ്യമായിട്ടാണെങ്കിൽ ഒരു പക്ഷേ അത് ഒരു തിരുത്തൽ മനഃപൂർവ്വമായി ചെയ്യുന്നു എന്നൊരു തോന്നലുണ്ട്. സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഞാനും കേട്ടതാണ്. രാഷ്ട്രീയപരമായ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും തെറ്റ് എന്ന് പറയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഇതിനകത്തുള്ളൊരു തെറ്റെന്താണ്? ഞാൻ പറയട്ടെ, ഇതിനകത്തൊരു അടിസ്ഥാനപരമായ തെറ്റ്, ഭാരതാംബ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എല്ലാവർക്കും ഉണ്ടാകേണ്ട. അവിടെ ഞാനത് പറഞ്ഞു വന്നപ്പോഴാണ് അനിൽ ഇടപെട്ടത്. ഇതിനകത്ത് അന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പോലും ഈ ഭാരതാംബ എന്ന് പറയുന്ന കോൺസെപ്റ്റ് മാറ്റിവെച്ചത് എല്ലാവർക്കും ഇതിനകത്ത് പങ്കാളികളാകണം എന്നുള്ളൊരു താല്പര്യം അന്നത്തെ നേതാക്കന്മാർക്കുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് മതവിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു, ഒരുപാട് പലതരത്തിൽ ജാതി അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ എന്ന് തോന്നിക്കുന്ന തരത്തിലേക്ക് ഒരു രൂപം കൊണ്ടുവന്നാൽ അത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ എല്ലാവരുടെയും പങ്കാളിത്തത്തിൽ കുറവുണ്ടാകും എന്ന് തന്നെ അന്നത്തെ നേതാക്കന്മാർ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഈ ഭാരതാംബ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ പലയിടത്തും ഉപയോഗിച്ചിട്ടില്ല. അതിന് പകരം നമ്മൾ വന്ദേമാതരം ഉപയോഗിച്ചു, അതിന് പകരം നമ്മൾ അവിടെ ഈ ട്രൈകളർ പതാക ഉപയോഗിച്ചു. അവിടെ നമ്മൾ പലതരത്തിലുള്ള പുതിയ തലങ്ങൾ ആളുകളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി, ഒരുമിച്ച് നിർത്തുന്നതിന് വേണ്ടി, ആ ദേശീയ ബോധം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് കൊണ്ടുവന്നു. പക്ഷേ പിന്നീട് ഈ ഭാരതാംബയെ വേറെ പല സംഘടനകളും ഏറ്റെടുത്ത് അതിനകത്ത് അവരുടേതായ കൊടികൾ നൽകി, അല്ലെങ്കിൽ നേതാക്കൾ പറഞ്ഞ ധ്വജം കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സർക്കാർ പരിപാടിയിൽ ഞാൻ അംഗീകരിക്കുന്നു, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിൻ്റെ അംഗമായിരുന്നു. അദ്ദേഹം ഇപ്പോഴും ആണ്. അതിനകത്തൊന്നും ഒരു അഭിപ്രായമില്ല, അഭിപ്രായ വ്യത്യാസം എനിക്കില്ല. അതോടൊപ്പം തന്നെ ഗവർണർ അങ്ങനെയാണ്. പക്ഷേ അവരൊക്കെ തെരഞ്ഞെടുത്ത അധികാരത്തിലേക്ക് വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു അദ്ദേഹം അവിടെ വന്നോട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പക്ഷേ എന്നതുകൊണ്ട് അവിടെ വന്നാൽ അവർ വിശ്വസിക്കുന്ന ആശയങ്ങൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഇവിടെ നടപ്പാക്കാം എന്ന്
ഒരിക്കലും വിചാരിക്കരുത്. അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല, അത് അംഗീകരിക്കാനും പറ്റില്ല. അപ്പോൾ രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്നത് അതാണ് ഈ ഭരണഘടനയുടെ ഏറ്റവും വലിയ ശക്തി. ഈ ഭരണഘടന ഉണ്ടാകിയപ്പോൾ തന്നെ ആ ഭരണഘടന ഇങ്ങനെ ഉണ്ടാകണം എന്ന് അന്നത്തെ അതിൽ പങ്കെടുത്തിട്ടുള്ള ജനാധിപത്യ പ്രക്രിയയിൽ 2 വർഷവും 11 മാസവും 18 ദിവസവും കൊണ്ട് തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ആ ഭരണഘടനയിൽ ഇതൊക്കെ ഭാവിയിൽ സംഭവിക്കാം. അങ്ങനെ ഭാവിയിൽ സംഭവിച്ചാൽ ആരധികാരത്തിൽ വന്നാലും ആ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്ന ഉത്തമ ബോധ്യം അത്ര ദീർഘവീക്ഷണമുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്യാൻ കഴിയാത്തത്. അതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ സംഭവിച്ചെന്താണ്? 3 വർഷത്തെ 3ാം ടൈമിൽ വരുമ്പോൾ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ഭരിക്കേണ്ടി വരുന്നൊരു സാഹചര്യം BJPക്ക് ഉണ്ടായില്ലേ? എന്താ കാര്യം? രാജ്യത്തെ ജനങ്ങൾ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ വിശ്വസിക്കുന്നു ഇപ്പോഴും. അതിനകത്തൊരു മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിലെ ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ പറയുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന മന്ത്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗവർണർ ആയിക്കോട്ടെ, പ്രധാനമന്ത്രി ആയിക്കോട്ടെ, ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിക്കോട്ടെ, അവരെല്ലാവരും മറ്റുള്ളവർക്ക് മാതൃകയായി പെരുമാറണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പാർട്ടിയുടെയും അഭിപ്രായം അങ്ങനെ തന്നെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി വിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെത് മാത്രമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് എതിർപ്പുകൾ ഉണ്ടാകുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആ പരിപാടി എന്ത് ഭംഗിയായി മുന്നോട്ട് പോകുമായിരുന്നു? ഇതൊന്നും ഇല്ലെങ്കിലും ആ പരിപാടി ഗംഭീരാവില്ലേ? ആ പരിപാടിക്ക് അവിടെ ഡോക്ടർ ജയരാജ് പറഞ്ഞതിനോട് യോജിച്ച് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അവിടെ കുട്ടികൾ, അവിടെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെയാണ്. അവരൊരു പതാക ഉണ്ടെന്നേ. ഈ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന് ഒരു പതാക ഉണ്ട്. എന്തുകൊണ്ട് ആ പതാക അവിടെ പ്രദർശിപ്പിച്ചില്ല? ഞാൻ ചോദിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിങ്ങൾ ഇവിടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ സംസ്ഥാന സർക്കാർ അത് പ്രദർശിപ്പിക്കാമല്ലോ. അതല്ലല്ലോ നമ്മൾ എവിടെയാ പരിപാടി നടത്തുന്നത്? രാജ്ഭവനല്ലേ? രാജ്ഭവന്റെ അതോറിറ്റി ആരാണ്? രാജ്ഭവനിലാവാമല്ലോ. അല്ല, രാജ്ഭവന് അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെത് മാത്രമാക്കാൻ കഴിയും? ഒരിക്കലും. അവിടുത്തെ ഈ വിവാദം ഒറ്റ പരിപാടി പറയുന്നവർക്ക് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ പതാക അവിടെ വെക്കണം എന്ന് പറയാമല്ലോ. അല്ല, അത് വെക്കാമെന്ന് പറയാം. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഭാരതാംബ എന്ന് പറയുന്ന വിഷയവും അതും അവിടെ വെക്കാം, ഒരു കുഴപ്പമില്ല. ഭാരതാംബയുടെ കയ്യിൽ ത്രിവർണ്ണ പതാകയാണ്, ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ആ പതാകയാണ് കയ്യിലിരുന്നെങ്കിൽ ആരും ഒന്നും പറയാൻ പോകുന്നില്ല. അല്ലേ, എൻ്റെ കയ്യിലിരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഭാരതാംബ ഈ ത്രിവർണ്ണ പതാക പിടിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം എൻ്റെ കയ്യിലുണ്ട്. അതിന് പകരം ഈ കാവിക്കൊടി, അതായത് നിങ്ങൾ പറഞ്ഞ ധ്വജം, RSSൻ്റെ ധ്വജം, അത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പടം എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് പൊതുസമൂഹത്തിൻ്റെ ഖജനാവിൻ്റെ പണം എടുത്തുകൊണ്ടുള്ള സ്ഥാനങ്ങളിൽ ഇത് ഒരാൾ മാത്രമല്ല, ഞാൻ പറയുന്ന എല്ലാ ആളുകളുടെയും കാര്യമാണ്. നാളെ ഇവിടെ പിന്നെ എന്താണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ തീരുമാനിക്കുകയാണ്, ഇവിടുത്തെ സർക്കാർ പരിപാടികളിലെല്ലാം ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൊടിയുണ്ടല്ലോ, ആ അരിവാൾ ചുറ്റിക നക്ഷത്രവും ആ ചുവപ്പ് കൊടിയും വയ്ക്കാൻ തീരുമാനിച്ചാൽ അതൊക്കെ ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എല്ലാ ക്ഷേത്രോത്സവങ്ങളിൽ കാവിത്തോരണങ്ങൾ പാടില്ല എന്നുള്ള, ഇതൊന്നും പാടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്ഷേത്രോത്സവങ്ങളിൽ കാവിത്തോരണങ്ങൾ പാടില്ല എന്ന സർക്കുലർ ഇറക്കിയിട്ടുണ്ടല്ലോ. അല്ല അനിലേ, ഞാനും അനിലും കൂടെ ഒരുമിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. കൊല്ലത്ത് ചെഗ്വേരയുടെ ചിത്രവും അതോടൊപ്പം തന്നെ ചുവന്ന കൊടിയും അവിടുത്തെ അമ്പലത്തിനകത്ത് കാണിച്ചപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ നിശിതമായി വിമർശിച്ച ആളാണ് ഞാൻ. കാരണം അതെന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസികളുടേതായ സ്വകാര്യ സ്ഥലമാണ്. അവിടെ പോയി കൊണ്ട് കൊടി കാണിക്കാനുള്ള സ്ഥലമല്ല എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. അല്ല, ഹൈക്കോടതി ഇടപെട്ടിട്ടും കടക്കക്ഷേത്ര വിവാദത്തിൽ ഹൈക്കോടതി ഇടപെട്ടിട്ടും അത് തിരുത്തിച്ചിട്ടും പിന്നെയും മലബാറിലെ ക്ഷേത്രങ്ങളിൽ ഇതേ ചെഗുവേരയുടെ പിന്നെ ചിത്രവും പൊക്കി പിടിച്ചുകൊണ്ട് പ്രകടനം നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഇവരൊക്കെ ഈ ഇടതുപക്ഷം, എസ്പെഷ്യലി CPMകാർ, അവർ നിയമത്തിന് പുല്ലുവില പോലും കൽപ്പിച്ചിട്ടില്ല. ആ അക്കൂട്ടരാണിപ്പോൾ ഭരണഘടന ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് അതിൻ്റെ മൂല്യങ്ങൾ പിന്നെ അത് സ്വയം പഠിക്കേണ്ട ആളുകളാണ്. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള സ്വയം അത് പഠിക്കേണ്ട ആളുകളാണ് ഇപ്പോൾ ഗവർണർ ഇങ്ങനെയൊക്കെ പോയേ പറ്റൂ എന്ന വാശി പിടിക്കുന്നത്.